Hi everyone, have a good day ahead. Today, I'd like to discuss the second chapter of the fourth unit, that is Amnesty, written by Nadine Godimer. Actually, it's a short story written by Nadine Godimer. സൈഡ്ജേസ്റ്റ് എന്ന ബുക്കിലുള്ള ഫോർത്ത് മൊഡ്യൂളിലുള്ള സെക്കൻഡ് ചാപ്റ്റർ ആംനേസ്റ്റി എന്ന ഷോർട്ട് സ്റ്റോറി, നടൈൻ ഗോഡിമർ എഴുതിയിട്ടുള്ള ആംനേസ്റ്റി എന്ന ഷോർട്ട് സ്റ്റോറിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ വുഡ് ലൈക്ക് ടു പ്രൊവൈഡ് സം ഇൻഫർമേഷൻസ് അബൌട്ട് നടൈൻ ഗോഡിമർ. നടൈൻ ഗോഡിമർ വാസ് ബോൺ ഇൻ ദ ഇയർ 1923 in a mining town in South Africa. She was educated at a convent school. By the age of 9, she began writing. സൗത്ത് ആഫ്രിക്കയിൽ 1923 ഒരു മൈനിങ് ടൗണിലാണ് നടൈൻ ഗോഡിമർ ജനിച്ചത്. ആൻഡ് ബൈ ദ ഏജ് ഓഫ് 9, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഷീ ബിഗാൻ റൈറ്റിംഗ്. And her first short story was published when she was 15. 9 വയസ്സായപ്പോൾ തന്നെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 15 വയസ്സായപ്പോഴേക്കും ഫസ്റ്റ് ഷോർട്ട് സ്റ്റോറി പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അവരുടെ വർക്ക്സിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, സൗത്ത് ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനം, അതിനെതിരായിട്ട് വാക്കുകളിലൂടെ അവർ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഉണ്ടായത്. ആൻഡ് ഷീ വൺ ദ നൊബേൽ പ്രൈസ് ഇൻ 1991. 1991 നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഗോഡിമർ ഹാസ് പബ്ലിഷ്ഡ് 13 novels and 10 short essay collections. Some of them were translated into many languages all over the world. Her stories and novels are testament of her belief in the redemptive power of humanity. നടൈൻ ഗോഡിമർ 13 novels and 10 ഷോർട്ട് എസ്സേ കളക്ഷൻസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓൾ ഓവർ ദി വേൾഡ് ഒത്തിരി ലാംഗ്വേജസിലൊക്കെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ സ്റ്റോറീസിലും നോവൽസിലും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന തീംസ്, പ്രധാനപ്പെട്ട ഒരു തീമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഹ്യൂമാനിറ്റിയുടെ റിഡംറ്റീവ് പവറിനെ എടുത്തു കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മനുഷ്യത്വത്തിന് ഒരുപാട് വാല്യൂസ് ഉണ്ട്. അതിൻ്റെ വാല്യബിലിറ്റി, അതിൻ്റെ വേർത്ത്നെസ് എത്രത്തോളം ഉണ്ടെന്ന് തുറന്നു കാണിക്കുന്ന രീതിയിലാണ് അവരുടെ എല്ലാ എഴുത്തുകളും ഉണ്ടായിരുന്നത്. ആൻഡ് ഷീ ഡൈഡ് ഇൻ ഹെർ സ്ലീപ്പ് ഇൻ ഹെർ ജോഹന്നാസ്ബർഗ് ഹോം ഇൻ ദ ഇയർ 2014. 2014 വീട്ടിൽ വെച്ച് ഉറക്കത്തിനിടയിലാണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ദിസ് ഈസ് അബൌട്ട് നടൈൻ ഗോഡിമർ. ഗോഡിമർ എഴുതിയിട്ടുള്ള ആംനേസ്റ്റി എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ആക്ച്വലി ആംനേസ്റ്റി എന്ന വേർഡിൻ്റെ മീനിങ് തടവുകാരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന പൊതുമാപ്പ് എന്നാണ്. ദ നറേറ്റർ ഓഫ് ദി സ്റ്റോറി ഇസ് എ യങ് സൗത്ത് ആഫ്രിക്കൻ വുമൻ ഹൂ വാസ് ദ ഫിയാൻസി ഓഫ് ദ നെയിംലെസ് പ്രൊട്ടാഗണിസ്റ്റ്. ഈ സ്റ്റോറി നമ്മളോട് നറേറ്റ് ചെയ്യുന്നത് ഒരു സൗത്ത് ആഫ്രിക്കൻ വുമനാണ്. അവരാരായിരുന്നു? ഈ സ്റ്റോറിയിലുള്ള മെയിൻ ക്യാരക്ടർ നെയിംലെസ് പ്രൊട്ടാഗണിസ്റ്റാണ്. പേര് പറഞ്ഞിട്ടില്ല. പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ക്യാരക്ടർ. സോ ഈ സ്റ്റോറിയിലുള്ള നെയിംലെസ് ആയിട്ടുള്ള, പേര് വെളിപ്പെടുത്താത്ത പ്രധാനപ്പെട്ട ക്യാരക്ടറിൻ്റെ ഫിയാൻസി ആയിരുന്നു. ഫിയാൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളിനെ ഫിയാൻസി എന്നും, വുഡ് ബി എന്നും, ആൺകുട്ടികൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ ഫിയാൻസി എന്നുമാണ് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ സൗത്ത് ആഫ്രിക്കയിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഈ കഥ നമ്മളോട് പറയുന്നത്. ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടറുടെ ഫിയാൻസി ആയിരുന്നു. ഇൻ എ ഫ്ലാഷ് ബാക്ക് ഇൻ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവ് ഷീ ടെൽസ് ദ സ്റ്റോറി ഓഫ് ഹർ പൊട്ടൻഷ്യൽ ഹസ്ബൻഡ്സ് ഫ്രീഡം ഫ്രം ഇംപ്രിസൺമെൻറ്റ്. He was an South African black trade unionist who was arrested for inciting riots among workers. ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് ഈ കഥ നമ്മളോട് പറയുന്നത്. നമ്മൾ ഫിലിംസൊക്കെ കാണുമ്പോഴല്ലേ അവസാനം നടക്കുന്ന കാര്യം ആദ്യം കാണിച്ചിട്ട് അതുവരെയുള്ള സിറ്റുവേഷൻസ് ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിക്കും. അതേപോലെ ലാസ്റ്റ് നടക്കുന്ന ഒരു സീൻ കാണിച്ചിട്ട്
അതുവരെ നടന്ന കാര്യങ്ങളെ ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. ഫ്ലാഷ് ബാക്ക് ആയിട്ട് കാണിക്കുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ നറേഷനാണ്, ആ പെൺകുട്ടിയാണ് പറയുന്നത്. ഇതിൽ പറയുന്നത് ദ സ്റ്റോറി ഓഫ് ഹെർ പൊട്ടൻഷ്യൽ ഹസ്ബൻഡ്സ് ഫ്രീഡം ഫ്രം ഇംപ്രിസൺമെൻറ്റ്. നമ്മുടെ നായകൻ തടവറയിൽ നിന്നും ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി വരുവാണ്. ഹി വാസ് എ സൗത്ത് ആഫ്രിക്കൻ ബ്ലാക്ക് ട്രേഡ് യൂണിയനിസ്റ്റ് ഹു വാസ് അറസ്റ്റഡ് ഫോർ ഇൻസൈറ്റിംഗ് റയറ്റ്സ് എമംഗ് വർക്കേഴ്സ്. സൗത്ത് ആഫ്രിക്കയിലുണ്ടായിരുന്ന ബ്ലാക്ക് ട്രേഡ് യൂണിയൻ്റെ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. അവിടെയുള്ള വർക്കേഴ്സിനെല്ലാം അവരോട് പണിയെടുക്കണ്ട എന്ന് പറഞ്ഞ് പണി മുടക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തു എന്ന കുറ്റം ചുമത്തിയാണ് അയാളെ ജയിലിലേക്ക് അടച്ചത്. നമുക്കറിയാം സൗത്ത് ആഫ്രിക്കയിൽ ആ കാലഘട്ടത്തിലൊക്കെ റേഷ്യൽ ഡിവിഷൻ നന്നായിട്ട് എക്സിസ്റ്റ് ചെയ്ത സമയമായിരുന്നു. ഇറ്റ് ഷോസ് ഹൗ ഒപ്രസ്ഡ് ദ പീപ്പിൾ ഓഫ് സൗത്ത് ആഫ്രിക്ക വേർ ആൻഡ് ഹൗ ദ വിമൻ വേർ ഇമോഷണലി ആൻഡ് ഫിസിക്കലി അഫക്റ്റഡ് ദ അപ്പാർത്തൈഡ്. അവിടെയുള്ള സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഈ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്തത് എന്ന് ഈ കഥയിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മൾ ഒപ്രസ് ചെയ്യപ്പെട്ട ജനങ്ങളെയും അവിടുത്തെ അടിച്ചമർത്തപ്പെട്ട വിമനെയും ഒക്കെ എങ്ങനെയാണ് ഇമോഷണലി ആൻഡ് ഫിസിക്കലി ഈ ഒരു അവസ്ഥ അവരെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇറ്റ് ഓൾസോ ഷോസ് ദ ക്രൂവൽറ്റി ഓഫ് ദി പ്രിസൺസ്. അന്നത്തെ കാലഘട്ടത്തിൽ പ്രിസണിൽ ജയിലുകളിൽ നിലനിന്നിരുന്ന ക്രൂരതകളെ ഈ ഒരു കഥ തുറന്നു കാണിക്കുന്നുണ്ട്. ഗോഡിമർ വാണ്ട്സ് ദ പീപ്പിൾ ടു ഹാവ് ദെയർ ഹ്യൂമൻ റൈറ്റ്സ്. നടേൻ ഗോഡിമർ എന്താണ് അവർക്ക് ആവശ്യമുണ്ടായിരുന്നത്? അവരുടെ ആഗ്രഹം എന്തായിരുന്നു? എല്ലാ ആളുകൾക്കും അവർക്ക് ആവശ്യമുള്ള ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾ ലഭിക്കണം എന്നുള്ളതായിരുന്നു നടേൻ ഗോഡിമറിൻ്റെ ഏറ്റവും വലിയ ഡിസയർ എന്ന് പറയുന്നത്. സോ നടേൻ ഗോഡിമർ സൗത്ത് ആഫ്രിക്കയിലുള്ള ജനങ്ങൾ, അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനത്തിന് തുറന്നു കാണിക്കുന്ന, റേഷ്യൽ ഡിസ്ക്രിമിനേഷനെ സമൂഹത്തിനിടയിലേക്ക് തുറന്നു കാണിക്കുന്ന ഒരു കഥയാണ് ആംനെസ്റ്റി എന്ന ഷോർട്ട് സ്റ്റോറിയായിട്ട് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. റൈറ്റ്. ദെൻ ഈ സ്റ്റോറിയിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. ഞാൻ പറഞ്ഞു ഫസ്റ്റ് പേഴ്സൺ നറേഷനാണ്, ഈ പെൺകുട്ടിയാണ് ഇവിടെ നറേഷൻ നടത്തുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്റ്റോറിയിൽ കാണിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് ഈ ക്യാരക്ടറിനെ, പ്രൊട്ടാഗണിസ്റ്റിനെ ജയിലിൽ നിന്നും മോചിപ്പിച്ചു എന്നറിഞ്ഞതുകൊണ്ട്, ജയിലിൽ നിന്നും റിലീസ് ചെയ്തു എന്നറിഞ്ഞത് കാരണമായിട്ട് ഫാംസിലൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ പെൺകുട്ടി, അവൾ ചുറ്റുപാടുള്ള എല്ലാവരെയും അറിയിച്ചുകൊണ്ട്, എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഓടിച്ചാടി ഈ റിലീസായിട്ട് വരുന്ന മെയിൻ ക്യാരക്ടറിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്ന ഒരു പിക്ചറാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ആ ഒരു നറേഷൻ അവരിങ്ങനെയാണ് ഇവിടെ അവതരിപ്പിച്ചത്. വെൻ വി ഹേർഡ് ഹി വാസ് റിലീസ്ഡ് I ran all over the farm and through the fence to our people on the next farm to tell everyone. Only later I saw my dress was torn by the barbed wire and there was a scratch with blood on my shoulder. ജയിലിൽ നിന്നും റിലീസ് ചെയ്തു എന്നറിഞ്ഞപ്പോൾ ഞാൻ ഫാമിലൂടെയൊക്കെ ഫെൻസ്, മുള്ളുവേലിയുടെ ഇടയിലൂടെയൊക്കെ ഓടിയിട്ട് തൊട്ടടുത്തുള്ള എല്ലാവരുടെ അടുത്തും, തൊട്ടടുത്ത ഫാമിലീസിനോടെല്ലാം കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഓടിച്ചെന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ ഡ്രസ്സൊക്കെ കീറിയിട്ടുണ്ട്. ഇങ്ങനെ മുള്ളുവേലിയിലൂടെയും കമ്പിവേലിയിലൂടെയൊക്കെ ഓടി നടന്നതുകൊണ്ട്, ഓടിച്ചാടി അവിടേക്ക് എത്തിയതുകൊണ്ട് എൻ്റെ ഷോൾഡറിൽ ഒരു മുറിവുണ്ടായിട്ടുണ്ടെന്നും എൻ്റെ ഡ്രസ്സൊക്കെ കീറിയിട്ടുണ്ടെന്നൊക്കെ ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. എന്തായാലും ഞാൻ ഓടി കിതച്ച് നമ്മുടെ നായകനടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഈ സ്റ്റോറിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന പിക്ചർ എന്ന് പറയുന്നത്. ഇവിടെ മുതൽ എന്താണ് ആ സ്റ്റോറിയിൽ സംഭവിച്ചത്, എങ്ങനെയാണ് അദ്ദേഹം ജയിലിലെത്തിയത്, എന്താണ് അവർക്കിടയിൽ സംഭവിച്ചത്, അവരുടെ ജീവിതം എന്തൊക്കെയാണെന്നൊരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ആയിട്ടാണ് കാണിക്കുന്നത്. കഥയിൽ ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ആയതുകൊണ്ട് എപ്പോഴും ഐ, മീ, മൈ, മൈൻ എന്നൊക്കെയുള്ള ഫസ്റ്റ് പേഴ്സൺ പ്രോനൗൺസ് വെച്ചിട്ടാണ് ഇതിൽ കാര്യങ്ങളെല്ലാം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവുന്നത്. സോ ഈ ഒരു സിറ്റുവേഷനിൽ ഈ പ്രൊട്ടാഗണിസ്റ്റ് പ്രിസണിൽ നിന്നും റിലീസായിട്ട് പുറത്തെത്തുവാണ്. ആ നായകനെ കാണാൻ വേണ്ടി ഓടിയെത്തുന്ന കഥാനായിക, ആ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ടാണ് ഫ്ലാഷ് ബാക്ക് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി ആലോചിക്കുവാണ്,
ഓഡിയൻസിൻ്റെ അടുത്ത് ആലോചിക്കുന്നത് പോലെ പറയുവാണ്. ഹി വെൻറ്റ് ഫ്രം ഹിയർ 9 years ago to a town to work there in a construction company which built tall buildings. 9 വർഷങ്ങൾക്ക് മുൻപാണ് ടൗണിലേക്ക് വലിയ വലിയ ബിൽഡിങ്സ് കൺസ്ട്രക്ഷൻസ് വർക്കിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം ഇവിടെ നിന്ന് പോയത്. ആദ്യത്തെ 2 വർഷങ്ങളിലൊക്കെ ദ ഫസ്റ്റ് 2 years വീക്കെൻഡിൽ വീട്ടിൽ വരാറുണ്ടായിരുന്നു. വൺസ് എ മന്ത് ആൻഡ് 2 weeks അറ്റ് ക്രിസ്മസ്. ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ 2 weeksലും മാസത്തിലൊരിക്കലുമൊക്കെ വരാറുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു. ഇറ്റ് വാസ് ദെൻ ഹി ആസ്ക്ഡ് മൈ ഫാദർ ഫോർ മീ. ആ സമയത്താണ് ഞങ്ങൾ തമ്മിൽ കാണുന്നതും എന്നെ കല്യാണം കഴിച്ചോട്ടെ എന്ന് എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചതും. ആൻഡ് ഹി ബിഗാൻ ടു പേ ടു മൈ ഫാദർ. അദ്ദേഹം അതിനുവേണ്ടി എൻ്റെ ഫാദറിൻ്റെ അടുത്ത് ബ്രൈബ് മണി കൊടുക്കാൻ തുടങ്ങി. നമ്മുടെ നാട്ടിലൊക്കെ എഗെയിൻസ്റ്റ് ഇന്ത്യ, നമ്മുടെ നാട്ടിലൊക്കെ ഡൗറിയാണ് ഉള്ളത്, കല്യാണം കഴിക്കാനുള്ളൊരു സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയിൽ ഡൗറി നിലനിൽക്കുന്നത് പോലെ സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നൊരു സിസ്റ്റമാണ് ബ്രൈബ്സ് മണി എന്ന് പറയും. ഇൻ സൗത്ത് ആഫ്രിക്ക മെൻ പേ ബ്രൈഡ്സ് പ്രൈസ് ടു ദ ഗേൾസ് പാരൻസ് ടു മാരി ദം, അൺലൈക്ക് ഇൻ ഇന്ത്യ വർ ഡൗറി എക്സിസ്റ്റസ്. സൗത്ത് ആഫ്രിക്കയിൽ ബ്രൈഡിൻ്റെ ഫാദറിന് അല്ലെങ്കിൽ പാരൻസിന് ഒരു പ്രൈസ് കൊടുക്കും. ആ പ്രൈസ് കൊടുത്ത് കഴിയുന്നതോടുകൂടിയാണ് അവരുടെ മാരേജ് കഴിയുന്നതായിട്ട് തീരുമാനമാവുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബ്രൈഡ്സ് പ്രൈസ് എന്ന പേരിൽ എൻ്റെ ഫാദറിന് ഇദ്ദേഹം പൈസ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് വി തോട്ട് ഇൻ 3 years he would pay my father enough money to get us married. 3 വർഷം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് ഞങ്ങൾ അന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഹി ടോൾഡ് മീ ഹി ഹാഡ് ജോയിൻഡ് ദ യൂണിയൻ ആൻഡ് ദ സ്ട്രൈക്ക്. അങ്ങനെ വളരെ സന്തോഷത്തിലൊക്കെ നിൽക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ യൂണിയനിലെ മെമ്പറാണ്, അവിടെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞു. ആൻഡ് യു നോ ഹി വാസ് വൺ ഓഫ് ദി പേഴ്സൺസ് who went to talk to the bosses because some other were laid off after the strike. And he was a good talker even in English. അദ്ദേഹമാണ് യൂണിയനിൽ പല കാര്യങ്ങളിലും സംസാരിക്കാനൊക്കെ വേണ്ടി ബോസസിനോടൊക്കെ സംസാരിക്കാൻ വേണ്ടി പോകാറുള്ളത്. കാരണം എന്താ, ഈവൻ ഇൻ ഇംഗ്ലീഷ് ഹി വാസ് എ ഗുഡ് ടോക്കർ. നന്നായിട്ട് സംസാരിക്കുന്ന പ്രകൃതമായിരുന്നു. നന്നായിട്ട് ആരുടെ മുന്നിലും ഒരു പ്രശ്നമില്ലാതെ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന, വാക്കുകൾ കൊണ്ട് നല്ല രീതിയിൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്പീക്കറായിരുന്നു. അതുകൊണ്ട് തന്നെ യൂണിയനിലൊക്കെ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും ബോസസിൻ്റെ അടുത്തൊക്കെ സംസാരിക്കാൻ പോകുന്നത് ഇദ്ദേഹമായിരുന്നു. എന്ന സമയത്താണ് അവർ താമസിക്കുന്ന ഹോസ്റ്റലിൽ ഒരു ട്രബിൾ ഉണ്ടാവുന്നതും അതിനെ തുടർന്ന് അദ്ദേഹം ജയിലിലാവുന്നതും. ദർ വാസ് ട്രബിൾ അറ്റ് ദ ഹോസ്റ്റൽ വെർ ഹി ഹാഡ് എ ബെഡ്. There were riots over paying the rent in the township. ആ ടൗൺഷിപ്പിൽ റെൻറ്റ് പേ ചെയ്യുന്നതിൽ ആയി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൽ കേസിൽ കുടുങ്ങുന്നതും അങ്ങനെ പ്രശ്നമാവുന്നതും. And the people were fighting for all of us. നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് എല്ലാവരും പൊരുതുന്നത് എന്നൊക്കെ അദ്ദേഹം എൻ്റെ അടുത്ത് പറയാറുണ്ടായിരുന്നു. And he made speeches and joined the marches. അപ്പോൾ ആളുകൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് സ്പീച്ചസ് ഒക്കെ നടത്തുകയും മാർച്ചിലൊക്കെ പങ്കെടുക്കുകയും അങ്ങനെ പൊതുവായ കാര്യങ്ങളിലേക്ക് ഏർപ്പെടാൻ തുടങ്ങി. ആൻഡ് ദ 3rd year ഹി വാസ് ഇൻ പ്രിസൺ. അങ്ങനെ മാർച്ചുകളും പ്രസംഗങ്ങളുമൊക്കെ ആയിട്ട് ഏതാണ്ട് 3 വർഷം ആയപ്പോഴേക്കും അദ്ദേഹം ജയിലിലാവുകയും ചെയ്തു. വി ഡിഡൻറ്റ് നോ വേർ ഹി വാസ് അൺടിൽ ദ ട്രയൽ നടക്കുന്നവരെ ഞങ്ങൾക്കറിയണ്ടായിരുന്നില്ല അദ്ദേഹം എവിടെയാണെന്ന്. ദ കോർട്ട് വാസ് ഫാർ അവേ ആൻഡ് ഐ കുഡ് നോട്ട് ഓഫൺ ടു ഗോ ദി കോർട്ട് ട്രയൽ നടക്കുന്ന കോർട്ട് ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരുപാട് ദൂരെയായിരുന്നു. അതുകൊണ്ട് അവിടെ പോകാനൊന്നും പറ്റിയിരുന്നില്ല. ആ സമയത്ത് ഇവരുടെ ആ ഒരു സിറ്റുവേഷൻ ഓഡിയൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുവാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ സ്കൂളിംഗ് എല്ലാം കഴിഞ്ഞു. എനിക്കൊരു ഫാം സ്കൂളിൽ ജോബും കിട്ടി. എൻ്റെ പാരൻസിനെല്ലാം ഒരുപാട് ഷോർട്ട് ഓഫ് മണി, എൻ്റെ പാരൻസിന് ആവശ്യമായ രീതിയിലുള്ള പണമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പിന്നെ 2 ബ്രദേഴ്സാണ് ഉണ്ടായിരുന്നത്. ഐ ഹാഡ് മൈ 2 brothers. 2 of my brothers went to work in town but they didn't not send any money home.
വീട്ടിലേക്ക് അവർ പുറത്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും വീട്ടിലേക്ക് അവരാവശ്യത്തിനുള്ളതൊന്നും സെൻഡ് ചെയ്തിരുന്നില്ല. ഐ തിങ്ക് ദേ വർ ലിവിങ് വിത്ത് ദെയർ ഗേൾ ഫ്രണ്ട്സ് ആൻഡ് ദേ വർ ബൈയിങ് തിങ്സ് ഫോർ ദം. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഗേൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ചെയ്യുന്നു എന്നാണ് ഞാൻ കരുതിയത്. ആൻഡ് ഐ തിങ്ക് ദേ വർ ലിവിങ് വിത്ത് ദെയർ ഗേൾ ഫ്രണ്ട്സ് ആൻഡ് ദേ വർ ബൈയിങ് തിങ്സ് ഫോർ ദം. Then my father and one brother work for Bower here. എൻ്റെ ഫാദറും എൻ്റെ ഒരു ബ്രദറും ഇവിടെ ബോവറിലാണ് വർക്ക് ചെയ്തിരുന്നത്. ബോവർ എന്ന് പറഞ്ഞാൽ അടിച്ചവർ, ഇവരുടെ റൂളേഴ്സിന് അടിമപ്പെട്ടുകൊണ്ട് വർക്ക് ചെയ്യുകയാണ് എൻ്റെ അച്ഛനും എൻ്റെ ഒരു ബ്രദറും. ആൻഡ് ദ പേ ഈസ് വെരി സ്മോൾ. വളരെ ചെറിയ എമൗണ്ട് മാത്രമേ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളുടെ വരുമാനമാർഗ്ഗം എന്ന് പറയുന്നത് വി ഹാവ് 2 goats, a few cows ആൻഡ് എ പാച്ച് ഓഫ് ലാൻഡ്. 2 goats ഉണ്ടായിരുന്നു, കുറച്ച് കൗസ് ഉണ്ടായിരുന്നു, കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു. അവിടെയാണ് മോം ക്യാൻ ഗ്രോ വെജിറ്റബിൾസ്. എൻ്റെ അമ്മ വെജിറ്റബിൾസൊക്കെ നട്ട് നടുന്നത് അവിടെയായിരുന്നു. ആൻഡ് ദിസ് ഡിഡിൻറ്റ് ബ്രിങ് എനി ക്യാഷ്. പക്ഷേ വെജിറ്റബിൾസൊക്കെ നടുന്നുണ്ടെങ്കിലും ഒരുപാട് ക്യാഷൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഉള്ള സിറ്റുവേഷൻസൊന്നും അന്നുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരു ലൈഫിലൂടെയൊക്കെയാണ് ഞങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഇത്തരത്തിൽ ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കോർട്ടിൽ ചെന്നിട്ട് ഞാൻ അദ്ദേഹത്തിനെ കാണുകയൊക്കെ ഉണ്ടായി. ഞാൻ കണ്ടപ്പോഴോ വെൻ ഐ സോ ഹിം ഇൻ കോർട്ട് ഹി ലുക്ക്ഡ് ഹാൻസം. ഞാൻ ചെന്ന് കണ്ടപ്പോൾ നല്ല ഹാൻസം ആയിരുന്നു, നല്ല ഡ്രസ്സൊക്കെ വെൽ ഡ്രസ്ഡ് ആയിരുന്നു, നല്ല രീതിയിലാണ് അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഐ വാസ് അലൗഡ് ടു വിസിറ്റ് ഹിം ഇൻ ജയിൽ. ജയിലിൽ അദ്ദേഹത്തിനെ വിസിറ്റ് ചെയ്യാനുള്ള അനുവാദം എനിക്കുണ്ടായിരുന്നു. ആ സമയത്താണ് അവർ ലിറ്റിൽ ഗേൾ വാസ് ബോൺ വൈൽ ദ ട്രയൽ വെൻറ്റ് ഓൺ. ആ ട്രയൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ആദ്യത്തെ കുട്ടി ഞങ്ങൾക്ക് ജനിക്കണത്. ഞാൻ പറഞ്ഞു ബ്രൈഡ്സ് പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ വിവാഹം കഴിഞ്ഞതുപോലെയാണ്. സോ 3 വർഷത്തിന് ശേഷമാണ് പിന്നെ അദ്ദേഹത്തിന് ജയിലിലാവുന്നത്. അതുവരെ ഒരുമിച്ചാണ് അവർ ജീവിച്ചത്. സോ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ ലിറ്റിൽ ഗേൾ വാസ് ബോൺ. വൺസ് ഐ ടുക്ക് ദ ബേബി ടു ദ കോർട്ട് ഹിസ് ഫ്രണ്ട്സ് ഹഗ്ഡ് ഹിം ആൻഡ് മീ ആൻഡ് ഗേവ് മീ സം മണി ടു ബൈ ഗിഫ്റ്റ്സ് ആൻഡ് പ്രസൻറ്റ്സ് ഫോർ ദി ബേബി. അവർ കണ്ടപ്പോൾ അവിടെയുള്ള ഫ്രണ്ട്സൊക്കെ എൻ്റെ കുട്ടിക്ക് വേണ്ടി ഗിഫ്റ്റൊക്കെ വാങ്ങാൻ വേണ്ടി കുറച്ച് പൈസയൊക്കെ തന്നു. അവർ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഒരു പേരും കണ്ടുപിടിച്ചിരുന്നു. ദേ ചോസ് ദ നെയിം ലുലു ഇൻകുലേലോ ഫോർ ഹർ എന്ന നെയിമാണ് അവർ കണ്ടുപിടിച്ചിരുന്നത്. അവൾക്ക് വേണ്ടി അവർ കണ്ടുപിടിച്ച നെയിമായിരുന്നു ഇൻകുലേലൊക്കോ എന്നുള്ള പേരായിരുന്നു. ദെൻ ഈ ട്രയലെല്ലാം കഴിഞ്ഞു. ദ ട്രയൽ വാസ് ഫൈനലി ഓവർ ആൻഡ് ഹി വാസ് ഗിവൺ 6 years ജയിൽ ദ ടേം. 6 വർഷത്തോളം ജയിൽ ശിക്ഷ വിധിച്ചു. ഹി വാസ് സെൻറ്റ് ടു ദി ഐലൻഡിലായിരുന്നു ജയിലുണ്ടായിരുന്നത്, അവിടേക്കാണ് പറഞ്ഞയച്ചത്. വി ഓൾ ന്യൂ അബൌട്ട് ദി ഐലൻഡ് ബിക്കോസ് ഓൾ അവർ ലീഡേഴ്സ് ഹാഡ് ബീൻ ദർ ഫോർ ലോങ്. ഐ ഹാവ് നെവർ സീൻ എ സീ. ഐ വണ്ടേർഡ് ഹൗ എ പ്ലേസ് സറൗണ്ടഡ് ബൈ ബ്ലൂ വാട്ടേഴ്സ് ലുക്ക്ഡ് ലൈക്ക്. ഈ ഐലൻഡിനെ കുറിച്ച് ഞങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്. കാരണം എന്താ, ഞങ്ങളുടെ ലീഡേഴ്സൊക്കെ വളരെ കാലം അവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്തിരുന്നത്. ഞാനൊരിക്കലും ഈ കടലൊന്നും കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര അതിശയം ഉണ്ടായിരുന്നു. ഇങ്ങനെ ബ്ലൂ കളേർഡ് വാട്ടർ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു സ്ഥലം, സറൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു സ്പേസ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വല്ലാത്ത വണ്ടറായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ആകെ കൂടെ കണ്ടത് ഐ ഹാവ് സീൻ ഓൺലി പൂൾസ് ഓഫ് റെയിൻ വാട്ടർ വർ കൗ ഡങ് ഫ്ലോട്ടഡ്. കൗ ഡങ് എല്ലാം ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, ചാണകമെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചെറിയ മഴവെള്ളച്ചാലുകൾ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് ഈ പെൺകുട്ടി അവളുടെ ഇന്നസെൻസ് അവിടെ തുറന്നു കാണിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ, അല്ലാതെ വലിയ ഐലൻഡോ സീയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ പുറം ലോകമൊന്നും ഞാൻ അങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള രീതിയിൽ ജീവിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഐലൻഡിലുള്ള ജയിലിലേക്ക് 6 വർഷം തടവ് ശിക്ഷ വിധിച്ചുകൊണ്ട് പറഞ്ഞയക്കുന്നത്. ദെൻ അദ്ദേഹം ജയിലിലായി അങ്ങനെ ജീവിച്ചു പോകുന്നു. ഹീ കുഡ് റൈറ്റ് 1 letter a month. ഇറ്റ് വാസ് മൈ ലെറ്റർ ബിക്കോസ് ഹിസ് പാരൻസ് വർ ഇല്ലിറ്ററേറ്റ്. മാസത്തിൽ ഒരിക്കൽ ഒരു ലെറ്റർ അദ്ദേഹത്തിന് അയക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. ലെറ്ററൊക്കെ
എനിക്കായിരുന്നു അയക്കലും, ഞാനാണ് തിരിച്ചയക്കലും. കാരണം എന്താ, അവൻ്റെ പാരൻസ് ഹിസ് പാരൻസ് were illiterate. അവർ വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരുന്നു. ഐ യൂസ്ഡ് ടു ആസ്ക് ദം ഇഫ് ദേ ഹാഡ് എനി മെസ്സേജ് ടു ബി സെൻഡ് ടു ദെയർ സൺ. The mother always cried. The father wanted me to tell him that they all prayed for him. ഞാനെപ്പോഴും ചോദിക്കൂ ലെറ്റർ എഴുതുമ്പോഴൊക്കെ അവനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ്റെ അമ്മ എപ്പോഴും ഇങ്ങനെ വല്ലാതെ കരയും. ഫാദർ പറയും ഞങ്ങളെല്ലാവരും പ്രേ ചെയ്യുന്നുണ്ട് എന്ന് നീ പറയണമെന്ന്. അപ്പോൾ തിരിച്ചെഴുതുന്ന ലെറ്റേഴ്സിലൊക്കെ അവൻ പറയുന്നത്, നിങ്ങൾ സ്വയം കാര്യങ്ങൾ മാറ്റാൻ ശ്രമിക്കാതെ എല്ലാം മാറ്റിത്തരണമെന്ന് ദൈവത്തിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ എല്ലാം മാറേണ്ടത് എന്നൊക്കെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് ലെറ്റർ അയക്കാറുണ്ട് എന്നാണ് അവൻ തരുന്ന ലെറ്റേഴ്സിലൊക്കെ കാണാറുള്ളത്. ഗോഡ് വിൽ മേക്ക് എവറിഥിങ് റൈറ്റ് ഫോർ ഹിം. വൺസ് ഹി റോട്ട് ബാക്ക് സെയിങ് ദാറ്റ് ദ ട്രബിൾ വിത്ത് ദ പീപ്പിൾ വാസ് that they looked to God change everything for them without working themselves for changes in their lives. നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ നോക്കാതെ ദൈവത്തിനോട് മാത്രം പ്രാർത്ഥിക്കുന്നതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം എന്നാണ് അദ്ദേഹം പറയാറുള്ളത് എന്ന് പറയുവാണ്. Then after 2 years we saved enough money to go to Cape Town to visit him. കേപ്പ് ടൗണിലാണ് ഈ ഐലൻഡ് ഉള്ളത്. ഐലൻഡ് കേപ്പ് ടൗൺ ആണ്. അവിടെ കേപ്പ് ടൗണിലാണ് ഈ ജയിലുള്ളത്. അവിടേക്ക് അദ്ദേഹത്തിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോകണമെങ്കിൽ ഇനഫ് മണി ആവശ്യമുണ്ട്. അങ്ങനെ 2 വർഷം കൊണ്ട് ഞങ്ങൾ അവനെ പോയി കാണാൻ വേണ്ടി ആ പൈസ എല്ലാം സ്വരുക്കൂട്ടി വെച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഐലൻഡിലേക്ക് തിരിച്ചു. വി വെൻറ്റ് ബൈ ട്രെയിൻ. We asked the way to the ferry to go to the island and the people knew we had somebody here. ട്രെയിനിലാണ് ഞങ്ങൾ പോയത്. ട്രെയിൻ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഫെറിയിലേക്കുള്ള വഴി ചോദിച്ചു, പോവണമല്ലോ. അപ്പോൾ അങ്ങോട്ട് പോവൽ തന്നെ അവിടെ ജയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ അങ്ങോട്ട് പോവാറുള്ളൂ. അപ്പം ഞങ്ങൾ ഫെറിയിലേക്കുള്ള വഴി ചോദിച്ചപ്പോൾ അത് കേട്ടവർക്കെല്ലാം മനസ്സിലായി ഞങ്ങളുടെ ഏതോ ഒരു ബന്ധു ഐലൻഡിലുണ്ടെന്ന്. അപ്പോൾ അവരൊക്കെ ഞങ്ങളോട് നന്നായിട്ടാണ് ബിഹേവ് ചെയ്തത്. ദ പീപ്പിൾ വർ വെരി സിമ്പത്തറ്റിക്. ദെൻ ഐ സോ ദ സീ. ആ സമയത്താണ് ഞാൻ കടൽ ആദ്യമായിട്ട് കാണുന്നത്. ദർ വാസ് എ ടെറിബിൾ വിൻഡ്. വി കുഡൻ സീ ദ ഐലൻഡ് ബട്ട് പീപ്പിൾ പോയിൻറ്റഡ് ടു വേർ ഇറ്റ് വാസ്. ഐലൻഡ് കാണാൻ പറ്റിയില്ല, പക്ഷേ ആളുകൾ പോയിൻ്റ് ചെയ്ത് തന്നു, അത് ആ ഭാഗത്തേക്ക് പോയാലാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വഴിയൊക്കെ കാണിച്ചു തന്നു. ആൻഡ് ദർ വർ ബോട്ട്സ് ആൻഡ് ഷിപ്സ് ദാറ്റ് ട്രാവൽഡ് ടു ഓൾ ഓവർ ദി വേൾഡ്. വേൾഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും നാനാഭാഗത്തേക്കും പോകുന്ന ഒരുപാട് ബോട്ട്സ് ആൻഡ് ഫെറീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ബോട്ട്സ് ആൻഡ് ഷിപ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ബട്ട് ദ ഫെറി വാസ് ഓൺലി ടു ദി ഐലൻഡ്. ഈ ഫെറി ഐലൻഡിലേക്ക് മാത്രം ഉള്ളതാണ്. ഈ ഫെറിയിൽ കയറാൻ ഒരുപാട് ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മെനി പീപ്പിൾ വർ വെയിറ്റിംഗ്. വി ഹാഡ് സ്വീറ്റ്സ് ആൻഡ് ബിസ്ക്കറ്റ്സ്, ട്രൗസേഴ്സ് ആൻഡ് എ വാം കോട്ട് ഫോർ ഹിം. അങ്ങനെയാണ് നമ്മൾക്ക് ഇഷ്ടമുള്ള ആളുകളെ കാണാൻ പോകുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ നമ്മൾ കൂടെ കൊണ്ടുപോകും ഇല്ലേ. അതേപോലെ ഞങ്ങൾ അവനെ കാണാൻ വേണ്ടി ഐലൻഡിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? കുറേ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു, ബിസ്ക്കറ്റ്സ് ഉണ്ടായിരുന്നു, ട്രൗസേഴ്സ് ആൻഡ് വാം കോട്ട് ഫോർ ഹിം. ഇതൊക്കെ കരുതിയിട്ടാണ് ഞങ്ങൾ പോയത്. എ വുമൺ സ്റ്റാൻഡിങ് നിയർ ടോൾഡ് മീ ദാറ്റ് വി വോണ്ട് ബി അലൗഡ് ടു ഗിവ് ഹിം ക്ലോത്ത്സ്. അവിടേക്ക് ക്ലോത്ത്സ് ഒന്നും അലൗ ചെയ്യില്ല എന്ന് ഒരു സ്ത്രീ കണ്ടപ്പോൾ ഞങ്ങളോട് പറഞ്ഞു. ഐ ഹാഡ് നൈസ്ലി ഡ്രസ്ഡ് ആൻഡ് ഐ ലുക്ക്ഡ് ആസ് ഗുഡ് ആസ് എനി അതർ ഗേൾ ദർ. അപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു അഭിമാനം തോന്നി. കാരണം എന്താ, അവിടെയുള്ള എല്ലാ ആളുകളെപ്പോലെയും അല്ലെങ്കിൽ അവരെക്കാളും നന്നായിട്ട് നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തിട്ടാണ് ഞാനുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഡ്രസ്സൊന്നും കയറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്യണം, അത് കൊണ്ടുപോകണോ വേണ്ടോ എന്നുള്ളൊരു അങ്കലാപ്പിലായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. ദെൻ ദ ഫെറി കെയിം. അവസാനം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവിടേക്ക് പോകാനുള്ള ഫെറി വന്നു. വി വർ ഓൾ ഹഡിൽഡ് ടുഗെദർ ലൈക്ക് കാറ്റിൽ വെയിറ്റിംഗ് ടു ബി ലെറ്റ് ഔട്ട് ഓഫ് എ ഗേറ്റ്. വൺ മാൻ വാസ് കൗണ്ടിങ് അസ്. ഫെറി വന്നപ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്താ, ഗേറ്റ് തുറക്കുമ്പോൾ പുറത്തേക്ക് പോകാൻ വേണ്ടി വളരെ ധൃതി കാണിച്ച് നിൽക്കുന്ന കന്നുകാലിക്കൂട്ടത്തിനെ പോലെയാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. കാറ്റിൽ വെയിറ്റിംഗ് ടു ബി ലെറ്റ് ഔട്ട് ഓഫ് എ ഗേറ്റ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് നിന്നിട്ട് വൺ മാൻ വാസ് കൗണ്ടിങ് അസ്. ഞങ്ങളുടെ എല്ലാവരെയും എണ്ണം എടുക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നിട്ട്. ദർ വാസ് എ പോലീസ് മാൻ ദർ. എവ്രി വൺ അഹെഡ് ഓഫ് അസ് വെൻറ്റ് ഇൻ ടു ദി ബോട്ട്. വെൻ അവർ ടേൺ കെയിം ദ പോലീസ് മാൻ ആസ്ക്ഡ് ഫോർ ദ പെർമിറ്റ്. വി ഡിഡൻറ്റ് നോ ദ പെർമിറ്റ് വാസ് നീഡഡ് ടു ട്രാവൽ ടു ദി ഐലൻഡ് ടു വിസിറ്റ് എ പ്രിസണർ. വി വർ നോട്ട് അലൗഡ് ടു ഗോ. ദ ഫെറി വെൻറ്റ് അവേ.
വളരെ വിഷമം ഉണ്ടാക്കി. കാരണം ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഞങ്ങളുടെ ആളിനെ കാണാൻ വേണ്ടി ഫെറി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. അവസാനം ഫെറി എത്തിയപ്പോഴോ ഞങ്ങൾ ഒരുപാട് ആഗ്രഹത്തോടു കൂടി അതിലേക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ അവിടെ കൗണ്ട് ചെയ്യാൻ ഒരു ഓഫീസർ ഉണ്ടായിരുന്നു. ഒരു പോലീസ്മാൻ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് എല്ലാവർക്കും ഓരോ സമയമുണ്ട്. ഞങ്ങളുടെ ടേൺ എത്തിയപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പെർമിഷൻ ചോദിച്ചു. ഞങ്ങളുടെ കയ്യിലുള്ള പെർമിറ്റ് എവിടെയെന്ന് ചോദിച്ചു. അപ്പോഴാണ് ഐലൻഡിലേക്ക് കയറാൻ വേണ്ടി പെർമിറ്റ് ആവശ്യമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങളുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞങ്ങളെ ഫെറിയിൽ കയറ്റിയില്ല. ഫെറി വെൻ്റ് അവേ, ഞങ്ങളെ ഫെറിയിൽ കയറ്റിയില്ല. ഫെറി ദൂരത്തേക്ക് അങ്ങ് പോയി. ഞങ്ങൾ വല്ലാതെ വിഷമിച്ച് നിന്നു. അപ്പോഴുണ്ടായിരുന്നൊരു ചെറിയൊരു സന്തോഷം എന്ന് പറയുന്നത്, ആ കൂടി ഉണ്ടായിരുന്നൊരു നല്ല കാര്യം എന്ന് പറയുന്നത്, ദ ഓൺലി ഗുഡ് തിങ് വാസ് ദാറ്റ് വൺ മാൻ ടുക്ക് ദ സ്വീറ്റ്സ് ആൻഡ് ബിസ്ക്കറ്റ്സ് ടു ഗിവ് ഹിം. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സ്വീറ്റ്സും ബിസ്ക്കറ്റ്സും എല്ലാം അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ കയ്യിൽ കരുതി. ഓക്കെ, അത് മാത്രമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നൊരു നല്ല കാര്യം, ആ സമയത്തുണ്ടായിരുന്ന നല്ല കാര്യമെന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിങ്ങനെ അവിടെ നിൽക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ എന്താണ് ചെയ്യേണ്ടത്, തിരിച്ചു പോകണോ അവിടെ തന്നെ നിൽക്കണോ എന്നുള്ള വല്ലാത്തൊരു സങ്കീർണമായൊരു സിറ്റുവേഷനിൽ നിൽക്കുകയായിരുന്നു ഞങ്ങൾ. ഇത്രയുമാണ് ഈ ഒരു പാർട്ടിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ കഥ കഴിഞ്ഞിട്ടില്ല, ഫ്ലാഷ് ബാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അദ്ദേഹം ജയിലിലായതെന്നും ജയിലിൽ വെച്ച് അനുഭവിച്ച ക്രൂരതകൾ എന്തൊക്കെയാണെന്നും അവിടെ നിന്ന് പുറത്തിറങ്ങിയതും ഇനി ഫ്ലാഷ് ബാക്ക് അല്ലാതെ പുറത്ത് വന്നതിന് ശേഷം നടക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഓക്കെ, അൺടിൽ ദെൻ ബൈ.